നാളെ രാവിലെ യൂണിവേഴ്സിറ്റി എക്സാം. എനിക്ക് സൂപ്പർ സ്റ്റാർ ഉണ്ടെന്നോ സ്റ്റാർ സിംഗർ ഉണ്ടെങ്കിൽ യൂണിവേഴ്സിറ്റി പരീക്ഷ മാറ്റി വെക്കില്ലല്ലോ. ചെറിയ കുട്ടിയാണെങ്കിലും വലിയ കുട്ടിയാണെങ്കിലും ഒരു സമ്മാനം നേടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതെനിക്ക് കിട്ടി. എനിക്ക് ഇപ്പോഴും അങ്ങനെ ഫീലിംഗ് ഇല്ല അത് ഫസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞാൻ തോറ്റു എന്നോ അങ്ങനെയല്ല. ഞാൻ ജയിച്ചാണ് ഇരിക്കുന്നതെന്നുള്ളത്. അത് എന്തുകൊണ്ടാണ് ഞാനത് പറഞ്ഞു വരാൻ ഉദ്ദേശം എന്ന് വെച്ചാൽ അങ്ങനെ ഇട്ട് നമ്മളെ പൊരിക്കാൻ അപ്പുറത്തെ ആൾക്കാരുണ്ടായിരുന്നു ആസ് ഇൻ ദ ജഡ്ജസ്. ഇങ്ങനെ പറയുന്നത് രാഹുൽ കുറച്ചും കൂടെ ഫീൽ എപ്പോ പറഞ്ഞാൽ. അപ്പൊ ഞാൻ അന്നത്തെ ആ ചൈൽഡ് ഇൻ മീ വാസ് ഓൾവേസ് ലൈക്ക് സാർ എന്താ എപ്പോഴും എന്നോട് ഈ ഫീൽ എന്ന് പറയുന്നത്. സെന്തമിഴ്നാട്ട് തമിഴച്ചിയെ സേലമെടുത്ത് തയങ്കിറിയെ നെസവ് ചെയ്യും. ഇതിങ്ങനെ ഇപ്പോഴത്തെ രാഹുലിനെ നെറ്റിൽ സെർച്ച് ചെയ്യാൻ നേരത്തെ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നോക്കാൻ നേരത്ത് കുറെ കവർ സോങ്സ് ആണ് ഇപ്പൊ കാണുന്നത്. അതിൽ എനിക്ക് തോന്നുന്നു ട്രെൻഡിങ് ആയിട്ടുള്ളത് മയിലായി പറന്നുമ്പ വിത്ത് മൃദുല വാര്യർ. അതിലേക്കുള്ളൊരു ഫേസ് എങ്ങനെയാണ്? അതൊരു അനദർ ബിഗ് മൈൽ സ്റ്റോൺ. ഈ ബിഫോർ കോവിഡ് ആഫ്റ്റർ കോവിഡ് എന്നൊക്കെ പറയുന്ന പോലെ റിയാലിറ്റി ഷോ TV കണ്ട ആൾക്കാരൊക്കെ എന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നത് അങ്ങനെയാണ്. സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരൊക്കെ മൃദുല ചേച്ചിയുടെ കൂടെ പാടിയ മയിലായി പാടിയ ചേട്ടനല്ലേ എന്ന് അങ്ങനെ. അപ്പോൾ ഞാൻ അതൊരു പുതിയ ഒരു ഷിഫ്റ്റ് ഇൻ മൈ മ്യൂസിക്കൽ ജേർണി. അതിനിടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിനെ പറ്റി ഞാൻ പറയാം. അവിടെയാണ് ദ അക്കാഡമിഷ്യൻ്റെ ദ സ്കോളർലി സൈഡ് ഉണ്ടായിരുന്നത്. ബ്രേക്ക് എന്ന് പറയാൻ പറ്റില്ല. ഞാൻ സ്റ്റാർ സിംഗർ കഴിഞ്ഞ ഒരു 2 years കുറേ ട്രാവൽ ചെയ്തു, കുറേ ഷോസ് ചെയ്തു. 2 years ഞാൻ ഫുൾ US ഇൻ്റർനാഷണൽ കുറേ യാത്രകൾ. അത് കഴിഞ്ഞപ്പോഴാണ് ദി അക്കാഡമിക് സൈഡ് കുറച്ച് നമ്മളെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ PG ചെയ്യാൻ ഞാൻ ബാംഗ്ലൂർക്ക് പോയി. ഒരു 4 years ഇവിടെ ഇല്ലായിരുന്നു, ഒരു ബ്രേക്ക്. അപ്പോൾ ഞാൻ സെൻറ്റ് ജോസഫ്സ് ബാംഗ്ലൂരിലാണ് PG ചെയ്തത്. PG റാങ്ക് ഹോൾഡർ ആയിരുന്നു. HR ആയിരുന്നു സ്പെഷ്യലൈസേഷൻ. ഞാൻ മാനേജ്മെൻ്റ് ആണ് PG ചെയ്തത്. അവിടുന്ന് എനിക്ക് ഓറക്കിളിലാണ് പ്ലേസ്ഡ് ആയത്. അവിടെ ഞാൻ HR ബിസിനസ് പാർട്ട്ണറായിട്ടൊക്കെ. അപ്പോൾ 4 വർഷം രാഹുൽ എന്ന പെർഫോമർ അത്ര എവിടെയും ഇല്ലായിരുന്നു. അതൊരു വലിയ സെറ്റ് ബാക്ക് എന്നും വേണേൽ പറയാം. അറിയാലോ, യു ആർ ഔട്ട് ഓഫ് സൈറ്റ് ഔട്ട് ഓഫ് മൈൻഡ്. അപ്പോൾ എല്ലാവരും ഉണ്ട് രാഹുൽ എവിടെയോ ഇവിടെ ഇടയ്ക്കില്ലായിരുന്നു എന്നുള്ളൊരു. അത് ഇപ്പോൾ അല്ല, 2011 to 2014 ആ സമയത്ത്. അപ്പോൾ 2014 ഞാൻ ഈ കവറിലേക്കാണ് ഞാൻ വരുന്നത്. അപ്പോൾ 2014 ഞാൻ ഇങ്ങനെ ഓഫീസിൽ, ഐ സ്റ്റിൽ റിമെമ്പർ, അന്ന് ഫേസ്ബുക്ക്, ഓർക്കുട്ട് ഫേസ്ബുക്കൊക്കെ ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ അതുവരെ റിയാലിറ്റി ഷോ ഉണ്ടായിരുന്ന ട്രെൻഡ് മാറി ഈ കവേഴ്സ് എന്ന് പറഞ്ഞൊരു ട്രെൻഡ് കൊണ്ടുവന്നാണ് നമ്മുടെ ഈ ബാൻഡുകളും ഒക്കെ. അപ്പം പച്ചക്കറിക്കായ തട്ടിൽ അല്ലെങ്കിൽ ഏതു കരിരാവിലും എൻ്റെ ഒരു ഫ്രണ്ട് സിനോവ് എന്ന് പറഞ്ഞ ഫ്രണ്ടിൻ്റെ ഒരു കവർ. അപ്പം ഇങ്ങനെ കവർ സോങ്സ് ഒക്കെ ഞാനിങ്ങനെ കാണാൻ തുടങ്ങിയപ്പോഴത്തേക്കും എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് എനിക്ക് ചെയ്യണം. അപ്പോൾ മ്യൂസിക് ഭയങ്കരമായിട്ട് മിസ് ചെയ്യാൻ തുടങ്ങി. അവിടെ നമ്മളൊരു കോർപ്പറേറ്റ് പ്രൊഫഷണൽ ഹൂ ഇസ് എ സിംഗർ. ഇറ്റ്സ് നോട്ട് എ സിംഗർ ഹൂ ഇസ് എ കോർപ്പറേറ്റ് പ്രൊഫഷണൽ അല്ല, കോർപ്പറേറ്റ് പ്രൊഫഷണൽ ഹൂ ഇസ് എ സിംഗർ. അങ്ങനെ അല്ലായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നത്. ബാംഗ്ലൂരിൽ ഞാൻ അപ്പം എവിടേക്കോ മിസ്സിങ് വന്നപ്പോഴാണ് എന്നാൽ ലെറ്റ് മീ റീലൊക്കേറ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ റീലൊക്കേറ്റ് ചെയ്യാൻ കൊച്ചിയിലേക്ക് ഞാൻ 2014 വന്നേ. അപ്പോൾ ഒരു പ്രൊഫഷൻ സൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ കോർപ്പറേറ്റിലേക്ക് തന്നെ ആണ് വിചാരിച്ചത്. പക്ഷേ ഏതോ ഈ പറഞ്ഞാൽ അവിടെ തൊട്ട് നമ്മൾ സ്റ്റാർ സിംഗറിലൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞാൽ ഭയങ്കര ഡിറ്റർമിൻഡ് ആയിരുന്നു എന്ന് പറഞ്ഞാൽ അവിടെ തൊട്ട് പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല, ഫേറ്റ് ഓൾസോ പ്ലേസ് എന്ന് പറയുന്ന പോലെ എനിക്ക് ഇഷ്ടമായിരുന്ന ഒരു പ്രൊഫഷൻ തന്നെയാണ്. പക്ഷേ ഫസ്റ്റ് ലവ് കോർപ്പറേറ്റ് HR തന്നെയായിരുന്നു. അവിടുന്ന് പെട്ടെന്നൊരു അക്കാഡമിക്സിലേക്കൊരു ഷിഫ്റ്റ് വന്നു 2014. എനിക്ക് അന്ന് കോർപ്പറേറ്റ് ഓപ്പണിങ്സ് ഇവിടെ HR വേക്കൻസീസ് നമ്മുടെ കേരളത്തിൽ കുറച്ച് കുറവാണ്. അപ്പം അക്കാഡമിക്സിലേക്ക് വന്നപ്പോൾ ശരി അങ്ങനെ ചാടാം. അങ്ങനെ അധ്യാപനത്തിലേക്ക് 2014 വന്നു. ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ പ്രേമം വഴി ഫേമസ് ആയ ആലുവ UC കോളേജ്, യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ ഒരു 3 വർഷം പഠിപ്പിച്ചു. അപ്പം ആ പഠിപ്പിക്കാൻ വേണ്ടി അങ്ങോട്ടേക്ക് കയറിയ സമയത്താണ് ഞാൻ കുറേയും കൂടെ വീണ്ടും എൻ്റെ ഒരു റീസ്റ്റാർട്ടിങ് മൈ മ്യൂസിക്. അപ്പോൾ നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ്, ഇനി എവിടുന്ന് തുടങ്ങും? ഒന്ന് ലൈവ് ഷോസ്. ഡെഫിനറ്റ്ലി ഞാൻ കുറേ ലൈവ് ചെയ്യാൻ തുടങ്ങി. 2014, 15, 16 ഒക്കെ കുറേ ലൈവ് പ്രോഗ്രാംസ്, ഡിവോഷണൽ കോൺസേർട്സ്, അല്ലാത്ത സ്റ്റേജ് ഷോസ് ഒക്കെ.
കോർപ്പറേറ്റ് ഇവന്റ്സ് ചെയ്തിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഈ കവർ തലയ്ക്ക് പിടിക്കുന്നത്. കവർ ട്രെൻഡായിട്ട് വന്ന സമയം 2016 എൻ്റെ കവർ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ നിന്നിട്ടില്ല എന്നുള്ളതാണ്. 10 വർഷമായി. 16 ഞാൻ ചെറിയ ചെറിയ പരിപാടികൾ തുടങ്ങി. അങ്ങനെ 2018 ആയപ്പോൾ അതിനിടയിൽ 2017 ഒരു ബ്രേക്കും കൂടെ സംഭവിച്ചു. അപ്പോൾ ഒരു ബ്രേക്ക് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വന്നു. 2017 എനിക്ക് PhDക്ക് അഡ്മിഷൻ കിട്ടി IIT മദ്രാസിലേക്ക്. അത് പോവാനും വയ്യ, പോവാതിരിക്കാനും വയ്യ. ഒരു കഷ്ടപ്പെട്ട് 3 വർഷം ഞാൻ വീണ്ടും പാട്ടൊക്കെ ഒന്ന് സെറ്റാക്കി വന്നപ്പം അടുത്ത ഓഫർ ലെറ്റർ ഇങ്ങനെ വന്നപ്പോൾ പിന്നെ അതെങ്ങനെ ഭയങ്കര കാര്യമാണ്. ഒരു അഡ്മിഷൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര കാര്യമാണ്. അത് അഡ്മിഷൻ അപ്ലൈ ചെയ്താൽ പലർക്കും കിട്ടില്ല. എന്തോ ഭാഗ്യത്തിന് കിട്ടിയതാണ്. എനിക്കിപ്പോഴും അത് അപ്പൊ അതിന് പോയി. അപ്പൊ വീണ്ടും ഒരു 1 year ബ്രേക്ക്. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ സെക്കൻഡ് ബ്രേക്ക് എന്നെ സ്റ്റേജിൽ നിന്നും കുറച്ച് നല്ലോണം അങ്ങ് മാറ്റി. ന്യൂ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം ആ 3 വർഷം ഞാൻ അത്യാവശ്യം കുറെ എനിക്കിപ്പോഴും വിത്ത് ഡ്യൂ റെസ്പെക്ട് ആൻഡ് ഡ്യൂ അഡ്മിറേഷൻ ടു ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ നമ്മുടെ നന്ദഗോവിന്ദം ഭജൻസ് ആൻഡ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഡൂയിങ് ഭജൻസ്. അപ്പൊ എനിക്കിത് ഭയങ്കര നൊസ്റ്റാൾജി ആയിട്ട് തോന്നുന്നത് വെച്ചാൽ വൈക്കം, കടുത്തുരുത്തി, ഏറ്റുമാനൂർ ഇവിടെയുള്ള എല്ലാ അമ്പലങ്ങളിലും ഞാൻ ഇതേപോലെ രാഗധാര, രാഗസുധ എന്നൊക്കെ പറഞ്ഞിങ്ങനെ കുറേ ഡിവോഷണൽ കോൺസേർട്ട്സ് ചെയ്തിരുന്നു. പല സ്റ്റാർ സിംഗേഴ്സിന്റെ കൂടെ കൊളാബറേറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ. പക്ഷെ ഇതെല്ലാം നമ്മൾ ആ കണ്ടിന്യൂറ്റി ആണല്ലോ. അവിടെ വീണ്ടും ഒരു ബ്രേക്ക് വന്നു. ആ ബ്രേക്ക് കഴിഞ്ഞ് ഞാൻ ചെന്നൈ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഒരു ലൈവ് ഷോ സീൻ പിന്നെയും മാറി. ഫുൾ ബാൻഡായി മാറി. ഇൻഡിപെൻഡന്റ് ആൻഡ് ബാൻഡിന്റെ ഒരു കൾച്ചർ. അപ്പൊ നമുക്ക് വീണ്ടും ഒരു ബാൻഡ് ഉണ്ടാക്കാന്ന് പറഞ്ഞാൽ എളുപ്പമല്ല. അത് ഞാൻ സമ്മതിക്കാതിരിക്കും. ഇപ്പൊ നമ്മൾ 100,000 ബാൻഡ് കാണാമെങ്കിൽ ഒരു ബാൻഡ് മാനേജ് ചെയ്യാന്ന് പറഞ്ഞാൽ ഗുഡ് ടീം പ്ലസ് ഭയങ്കര കമ്മിറ്റ്മെന്റ് വേണം. അതിന്റെ ഒരു ഓപ്പറേഷണൽ സൈഡ് വെക്കാനായിട്ട്. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നാ ശരി, ഓക്കെ, ലെറ്റ് മീ കം ടു ഡു സംതിങ്. ഞാൻ റെലവെന്റ് ആണെന്ന് കാണിക്കാൻ എനിക്ക് ഏറ്റവും നല്ല മാർഗമായിരുന്നു കവർ സോങ്സ്. അങ്ങനെ ഐ ഹാഡ് സ്റ്റാർട്ടഡ് ഡൂയിങ് കവർ സോങ്സ്. അപ്പോൾ മനോരമ മ്യൂസിക് അവിടെ നിന്ന് എനിക്കൊരു കണക്ഷൻ വന്ന സമയത്താണ് രാഹുൽ ഇങ്ങനെ നമുക്കൊരു സീരീസ് പോലെ. അപ്പം ഞാൻ പറഞ്ഞു യെസ് ഡെഫിനറ്റ്ലി ഐ ഹാവ്. അപ്പോഴത്തേക്ക് എനിക്ക് കുറച്ച് കവർ എക്സ്പീരിയൻസ് ആയി. അങ്ങനെ ഞാനൊരു പോപ്പുലർ ആയി. അതെ. അപ്പൊ ഫേസ് കുറേയും കൂടെ വന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ ഇങ്ങനെ അവിടുന്ന് ഒരു പ്രൊഡ്യൂസർ വഴി സംസാരിച്ച് നമ്മളൊരു ഇത് ചെയ്യാം. ആദ്യം ഞാൻ ചെയ്തിരുന്നത് ദിവ്യ എസ് മേനന്റെ കൂടെ തങ്കത്തിങ്കൾ കിളിയ എന്നുള്ള സോങ്. അതും ഒരു 4 million 5 million. അത് കഴിഞ്ഞ് ഉടനെ മൃദുലയുടെ കൂടെ മയിലായി. അപ്പൊ മയിലായി ഇറങ്ങിയ അത് ഭയങ്കര രസമാണ്. ആ ഇറങ്ങിയ സമയത്ത് ഇതൊരു ഓണം സമയമായിരുന്നു. ഇറങ്ങിയപ്പോൾ അത് അത്ര ഭയങ്കര പോപ്പുലർ ആയിരുന്നില്ല. പക്ഷെ ഒരു 3 മാസം കഴിഞ്ഞിട്ട് സഡൻ ആയിട്ട് ഇതിങ്ങനെ അതാണ് ഈ ചില സമയമുണ്ട് എന്നൊക്കെ പറയില്ലേ, അത് എങ്ങനെയാ അതങ്ങനെ സംഭവിച്ചതെന്ന് ആർക്കില്ല. ഒരു സുപ്രഭാതത്തിൽ എനിക്ക് മനോരമയിൽ നിന്നൊരു കോൾ വരിക, രാഹുൽ നിങ്ങൾ വല്ല പെയ്ഡ് പ്രൊമോഷനോ എന്തെങ്കിലും ചെയ്തോ? കഴിഞ്ഞ 3 ദിവസമായിട്ട് ഈ പാട്ടിന്റെ ആക്ടിവിറ്റി ഭയങ്കരമായിട്ട് കൂടുകയാണ്. ഭയങ്കര. ഞാനിപ്പോ മൃദുലയെ വിളിച്ചിങ്ങനെ ഇതെങ്ങനെയാ സംഭവിച്ചേ? കുറെ ദിവസം ഒരാഴ്ച കൊണ്ട് അത് 1 million 2 million ഇങ്ങനെ ഭയങ്കരമായിട്ട് അതങ്ങ് കൂടി. അപ്പൊ ആ പാട്ട് ഭയങ്കരമായിട്ട് അങ്ങ് പോപ്പുലറായി. അത് കഴിഞ്ഞ് മനോരമയ്ക്ക് വേണ്ടി വർക്ക് ചെയ്ത 2-3 പാട്ടുകളും കൂടെ നന്നായിട്ട് വർക്കൗട്ടായി. പിന്നെ ഓബ്വിയസ്ലി നമ്മുടെ ഇൻഡിപെൻഡന്റ് വർക്ക് ഐ യൂസ് ടു കൈൻഡ് ഓഫ് ഞാൻ ഇന്നിപ്പോൾ എൻ്റെ ഏറ്റവും വലിയ സ്ട്രെങ്ത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ പ്ലേബാക്ക് സിംഗേഴ്സ് അല്ലെങ്കിൽ യങ് പ്ലേബാക്ക് സിംഗേഴ്സുമായിട്ട് ഞാൻ കൊളാബറേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മെയിൽ ആൻഡ് ഫീമെയിൽ സിംഗേഴ്സ് ഒട്ടനവധി പാട്ടുകൾ ചെയ്തു എന്ന് തന്നെ പറയാം. അതെന്താണ് എനിക്ക് സമ്മാനിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് ഗേവ് മി an opening to a different facet or side of me. അതെന്നെ എനിക്കൊന്ന് എക്സ്പോസ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും എന്നെ സഹായിച്ചതെന്ന് പറഞ്ഞാൽ ബിഹൈൻഡ് ദ ക്യാമറ. എനിക്ക് എണ്ണം തെറ്റാതെ തന്നെ ഉറപ്പിച്ച് പറയാം, ഞാനൊരു 100 പാട്ടുകൾക്ക് മേളിൽ ചെയ്തിട്ടുണ്ട് കവേഴ്സ്. അതിപ്പോൾ ഇൻസ്റ്റ ആവട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആവട്ടെ എല്ലാം കൂടെ കൂട്ടി ഒരു 100 പാട്ട്. ഈ 100 പാട്ടിനും ക്യാമറ, ഈ 100 പാട്ടിനും ലൊക്കേഷൻ, ലൈറ്റ്, പെട്രോൾ കാശ്, വണ്ടി ഓടിക്കൽ, ഭക്ഷണം കഴിക്കൽ, ഇതെല്ലാം നമ്മുടെ 1 man ഷോ. അപ്പം ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ ഇന്റർവ്യൂ ചെയ്തുമ്പോൾ നമ്മുടെ ഇന്റർവ്യൂ ചേട്ടനിട്ട് ഞാൻ പറയാം, ചേട്ടാ എനിക്ക് ആ ക്യാമറയുടെ ഫ്രെയിം ഒന്ന് കാണിക്കുക, ബിക്കോസ് ഞാൻ ഇവിടെ ഇരിക്കും, അതിന്റെ പുറകെ പോയി ഇതെന്റെ ഈ ഫ്രെയിം നല്ലതാണോ, ഇങ്ങനെ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാനും. ലൈറ്റ് ഓപ്പോസിറ്റ് വരണം, ഗ്ലെയർ അടിക്കും, കണ്ണാടി വെച്ചാൽ, ഇങ്ങനെ എല്ലാം നമ്മൾ ശ്രദ്ധിക്കും. അപ്പോൾ
പിന്നെ മേക്കപ്പ് ഇട്ടാലുള്ള ഗുണം എന്താ, മേക്കപ്പ് ഇടാതെ ഗുണം എന്താണ്, അത് അപ്പൊ ഇതൊക്കെ നമ്മൾ കോസ്റ്റ്യൂം, കളർ, ഇതെല്ലാം നമ്മൾ ലേണിംഗ് ബൈ ഡൂയിങ് എന്ന് പറയുന്ന പോലെ. അതൊന്നും ഇതൊക്കെ നമ്മൾ പെർഫെക്റ്റ് ചെയ്തിട്ടില്ല. നമുക്കൊരു ബോധമുണ്ട് ഇപ്പോൾ എങ്ങനെ എന്ത് ചെയ്യണം. ഇപ്പോൾ ലൈറ്റിന് എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ലിറിക്ക് തെറ്റിയാൽ എങ്ങനെ നമ്മൾ ആ ലിറിക്ക് തെറ്റിനെ എങ്ങനെ നമുക്ക് അതിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം. ഇതൊക്കെ നമുക്ക് ട്രിക്സ് നമ്മൾ തന്നെ പഠിക്കുന്നതാണ്. പിന്നെ ഇത് മാത്രമല്ല, പാട്ട് ഷൂട്ടിങ് കഴിഞ്ഞാൽ നേരെ പോകുന്നത് എന്താ, എങ്ങോട്ടേക്കാണ്, എഡിറ്റിംഗ് ടേബിൾ. എനിക്ക് സോഫ്റ്റ്വെയറിൽ ഞാൻ എഡിറ്റ് ചെയ്യില്ല, രാത്രി ഇവർമാരുടെ കൂടെ. ബിക്കോസ് ഞാൻ പറയുന്ന ഫ്രെയിംസ് കട്ട് ചെയ്താലേ എനിക്ക് സാറ്റിസ്ഫൈഡ് ആവുള്ളൂ. ഈ ഷോട്ട് കഴിഞ്ഞ് ഈ ഷോട്ട് വേണം, അത് എങ്ങനെ മേർജ് ചെയ്യണം. ഞാനിങ്ങനെ ഇപ്പം ഒരു ലൈൻ ഞാൻ ഇങ്ങനെ പാടിയാൽ എനിക്ക് അതിന്റെ കണ്ടിന്യൂറ്റി ഷോട്ട്, എനിക്ക് വേറൊരു ഷോട്ട് ഇവിടെ അങ്ങനെ വെച്ചാൽ നന്നായിരിക്കും. അങ്ങനെ എഡിറ്റിങ്ങിന്റെ കൂടെ പോയിരിക്കും. അങ്ങനെ കുറെ പരിപാടികൾ, മൾട്ടി ടാസ്കിങ് ഉണ്ട്. ബിക്കോസ് എന്ന് വെച്ചാൽ വെരി ഓണസ്റ്റ്ലി സ്പീക്കിംഗ്, വേറെ ആരും ഇല്ല നമുക്ക് ചെയ്തു തരാൻ. കാശ് എന്ന് പറയുന്നത് ചില്ലറക്കാര്യമല്ല. ഒരു ക്യാമറാമാനെ ഹയർ ചെയ്താൽ, ഒരു എഡിറ്ററിനും ഇതിന്റെ ഒരു എക്കണോമിക് സൈഡ് എനിക്ക് ആക്ച്വലി ഒരു ക്ലാസ് എടുക്കാൻ തന്നെ ഉള്ള നോളജ് ഉണ്ട് ഇപ്പോൾ. ഒരു പാട്ടുകാരൻ അല്ലെ ഒരു പാട്ടുകാരി എത്ര സ്ട്രഗിൾ ചെയ്താലാണ് ഒരു പ്രോഡക്റ്റ് പുറത്തേക്ക് ഇറക്കാൻ പറ്റുക. ആൾക്കാർ കാണുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് മാത്രമേ കാണുള്ളൂ. ഇപ്പോൾ താങ്കൾ കാണുന്ന ഈ മയിലായി പറന്നു ഒരു ഫുൾ ഡേ ആയിരുന്നു അതിന്റെ ഷൂട്ട്. ഹിൽ പാലസിലായിരുന്നു ഷൂട്ട്. രാവിലെ അതിപ്പോൾ അന്ന് മൃദുല ഇങ്ങനെ മേക്കപ്പിന്റെ കോസ്റ്റ്യൂമിന്റെ കാര്യം അതൊക്കെ മൃദുല ചെയ്യുന്നത് കണ്ടപ്പോൾ ഞാൻ ഓർത്തു പോയത്. അവിടെയൊക്കെ അതിനൊരു പ്രൊഫഷണലിസം, ഇതിന് ഇങ്ങനെയൊക്കെ ആൾക്കാർ ചെയ്യും, അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കും. ആ കുട്ടി 4 മണിക്ക് തുടങ്ങി മേക്കപ്പ്, ഡ്രസ്സ്, കോസ്റ്റ്യൂം, ഹെയർ ഇതൊക്കെ കഴിഞ്ഞാലല്ലേ നമുക്ക്. അപ്പോൾ എല്ലാത്തിനും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കുറേയും കൂടെ പഠിക്കാനും, പലരിൽ നിന്നും കണ്ടും, അല്ലെങ്കിൽ നമ്മൾ ആൾക്കാരുടെ അതിൻ്റെ ഔട്ട്പുട്ട് കാണുമ്പോൾ നമുക്ക് അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു വിഷ്വൽ മാത്രം പറഞ്ഞു റിഗാർഡിങ് ദി ഓഡിയോ ഡിപ്പാർട്ട്മെൻറ്റ്. ഞാൻ അതും പറയാം. ഞാൻ എറണാകുളം ബേസ്ഡാന്ന് പറഞ്ഞു. എറണാകുളത്തെ ടോപ്പ് നോച്ച് ടെക്നീഷ്യൻസ് ആണ് എൻ്റെ എല്ലാ കവർ സോങ്സും മിക്സ് ചെയ്തിരിക്കുന്നത്. റെക്കോർഡിംഗ് സ്റ്റുഡിയോ, ഇവിടെ ഉള്ള ഏറ്റവും നല്ല സ്റ്റുഡിയോയിൽ ഞാൻ പോയി പാടും. നല്ല മൈക്കിൽ പാടുന്നതിൻ്റെ ഗുണം എന്താണെന്നും നല്ല മൈക്ക് അല്ലാത്തതിൻ്റെ മോശം എന്താണെന്നും. ഈ ഓരോ പാട്ടും, ഈ 100 പാട്ടിൽ ഒരു റീല്, 1/2 മിനിറ്റിൻ്റെ റീലാണെങ്കിൽ പോലും ഞാൻ വെറുതെ ഇങ്ങനെ പാടാറില്ല. ഞാൻ നല്ല സ്റ്റുഡിയോയിൽ മണിക്കൂറിന് 1000 രൂപയോ അല്ലെ 500 രൂപയോ കൊടുത്ത് ഞാൻ പാടിയതാണ്. അപ്പോൾ ഇത്രയും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ല. അത് ഒരു വളരെ ഓപ്പൺ ആയിട്ട് എനിക്ക് പറയാൻ ഒരു മടിയില്ല. ബിക്കോസ് സിംഗേഴ്സിൻ്റെ അവസ്ഥ ഇന്ന് അങ്ങനെയാണ്. യൂട്യൂബിൽ നിന്ന് കാശ് കിട്ടുന്നത്, ഇഫ് യു നോ, ഇൻഫ്ലുവൻസേഴ്സിനാണ് കാശ് കിട്ടുന്നത്. സോ ഇഫ് യു ആർ എ സിംഗർ ഹു ഇസ് എ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, യു മൈറ്റ്, ബിക്കോസ് നിങ്ങൾക്ക് കുറേ വ്യൂസ് കിട്ടും. പക്ഷേ ഒരു കവർ സോങ്ങിൽ നിന്നോ ഒരു ഇൻഡിപെൻഡൻറ്റ് ട്രാക്കിൽ നിന്നൊക്കെ ഒരുപാട് കാശുണ്ടാക്കാൻ എളുപ്പമല്ല, വ്യൂസ് കിട്ടാൻ പാടാണ്. അപ്പം ബട്ട് സ്റ്റിൽ യു ഹാവ് ടു ബി ദെയർ. ഇന്നിപ്പോൾ ചേച്ചിക്ക് എന്നെ അറിയാമെങ്കിൽ, യു നോ മീ ബിക്കോസ് ഐ വാസ് ഇൻ സ്റ്റാർ സിംഗർ. പക്ഷേ അതുകൊണ്ട് കാര്യമില്ലല്ലോ. ഇപ്പോഴും രാഹുൽ എന്താ ചെയ്യുന്നേ, അല്ലെങ്കിൽ രാഹുലിന്റെ കണ്ടന്റ് എത്ര ക്വാളിറ്റിയിലാന്ന് നിങ്ങൾ നോക്കുമല്ലോ. പണ്ടത്തെ ഗ്ലോറിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പോൾ കവർ സോങ്സ്, യെസ്, കവർ സോങ്സ് ഇഷ്ടമല്ലാത്തവരും ഉണ്ട് കേട്ടോ. അങ്ങനെ ഉണ്ടല്ലോ കുറച്ചൊരു ക്രൗഡ് ഓഫ് പീപ്പിൾ ഹൂ ഡു നോട്ട് ലൈക്ക് കവർ സോങ്സ്. റാദർ ദേ പ്രിഫർ ഇൻഡിപെൻഡന്റ് ട്രാക്സ്, അല്ലെ, നമ്മൾ തന്നെ കമ്പോസ് ചെയ്യുന്നത്. അതും ചെയ്തിട്ടുണ്ട്, അതിനെപ്പറ്റിയും ഞാൻ പറയാം. അപ്പം കവർ സോങ്സിന്റെ ഒരു അഡ്വാൻറ്റേജ് ആൾക്കാരിലേക്ക് എത്തിപ്പെടാൻ ഏറ്റവും നല്ലൊരു മാർഗമാണ്. ഞാൻ 2 പ്രോജക്റ്റ് ഓൾസോ ഐഡ് ലൈക്ക് ടു കൈൻഡ് ഓഫ് ഹൈലൈറ്റ് വാട്ട് ഐ ഡിഡ് ഈ ഒരു സമയത്ത്. കുറേ എൻ്റെ ചാനലിൽ ചെയ്തു. 2024, 25 ഐ ഡിഡ് വേറൊരു റോളും കൂടെ കിട്ടി, വിച്ച് ഇസ് എ ഡയറക്ടർ. മനോരമ മ്യൂസിക് ലേബലിൻ്റെ ഒരു 20 പാട്ടുകൾ, അവരുടെ തന്നെ റീക്രിയേഷൻ, അവരുടെ മനോരമയുടെ റൈറ്റ്സ് ഉള്ള സോങ്സിൻ്റെ റീക്രിയേഷൻ സിനിമയിലുള്ള. അപ്പോൾ രാഹുൽ ആ പ്രോജക്റ്റ് ഒന്ന് ഡിസൈൻ ചെയ്ത് രാഹുൽ അത് ഫുള്ളായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഞാൻ 20 സോങ്സ് ഫീച്ചറിങ് അറൌണ്ട് 25 സിംഗേഴ്സ്, ആർട്ടിസ്റ്റ്സ്, ക്യാമറ, എല്ലാം A to Z ഡിസൈൻ, പാട്ട് സെലക്ഷൻ തൊട്ട് ഞാനാ ചെയ്തത്. അങ്ങനെ ഒരു 25 പാട്ടുകാരെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ കൊണ്ടുപോവുക, അത് കഴിഞ്ഞ് അവരെ ഷൂട്ട് ചെയ്യാൻ കൊണ്ടുപോവുക. അങ്ങനെ ഒരു പ്രോജക്റ്റ് അറേഞ്ചർ റോൾ എന്നുള്ള പറയാം. അതിൽ ഞാനും പാടി, ഞാനും കുറച്ച് പാട്ടുകൾ പാടി. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുന്ന
ഇൻസ്റ്റഗ്രാമിൽ ഞാനൊരു മെലഡീസ് ഓഫ് ജോയ് എന്ന് പറഞ്ഞിട്ട് അത് മറ്റേ ഫോർ എവർ ഫേവറേറ്റ്സ് വാസ് ആക്ച്വലി ഫീച്ചറിങ് പ്ലേ ബാക്ക് സിംഗേഴ്സ്. ഈ സീരീസിൽ പ്ലേ ബാക്ക് സിംഗേഴ്സ് 1, 2, 3 പേര് പാടി, പ്ലേ ബാക്ക് എന്നല്ല പ്രൊഫഷണൽ സിംഗേഴ്സ് കുറച്ച് പേരും. ഈ സീരീസിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഫീച്ചർ ചെയ്യുന്നത് റോ ടാലൻസ് എന്നുവെച്ചാൽ പ്രൊഫഷണൽ സിംഗേഴ്സ് അല്ല, പക്ഷെ പാടാൻ നല്ല ജ്ഞാനസ്ഥരായ ആൾക്കാരെന്ന് പറയില്ലേ, പാടാൻ ഭയങ്കര പാഷനറ്റ് ആയിട്ടുള്ള ആൾക്കാർ. അവരുടെ കൂടെ ഞങ്ങൾ ഒരു ഡിവറ്റ് സീരീസ് പോലെ ഒരു 25 സോങ്സ് ഇപ്പോൾ ആയിട്ടുണ്ട്. സ്റ്റുഡിയോയിൽ പോയി ഒരു ഇൻസ്റ്റഗ്രാമിൽ നമ്മളൊരു റീൽ സീരീസ് ആയിട്ട് ചെയ്യുന്നതാണ്. പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അവർ നല്ലവണ്ണം പാടാൻ കഴിവുണ്ട്. നമ്മൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സ്റ്റുഡിയോയിൽ നമ്മൾ ഹിസ് നെയിം ഇസ് അർജുൻ, വോക്കൽ കോഡ്സ് എന്നാണ് സ്റ്റുഡിയോന്. അപ്പോൾ അവിടെ വി ഗോ ആൻഡ് അർജുൻ തന്നെ വീഡിയോയും എഡിറ്റും ഒക്കെ ചെയ്യും. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരു സീരീസ് ആയിട്ട് ഒരു 25 സോങ്സ് ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓരോരോ പ്രോജക്ട്സ്. അപ്പം പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ആൾക്കാർക്ക് അറിയാവുന്ന പാട്ടുകൾ പാടുമ്പോൾ നമ്മൾ വീണ്ടും അവിടെ അവരുടെ മനസ്സിലൊരു എവിടേക്കോ നിൽക്കാൻ പറ്റുന്നുണ്ട്. ലൈവായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് ഈസി. ഇപ്പൊ ഒരു സിംഗറും ടീച്ചറും എന്നുള്ള നിലയ്ക്ക് ഈ അപ്കമിങ് ആയിട്ടുള്ള ഒരുപാട് കുട്ടികൾ ഇപ്പോൾ റിയാലിറ്റി ഷോസിനാണെങ്കിലും സിംഗിങ്ങിലാണെങ്കിലും വരുന്നുണ്ടല്ലോ, അവർക്ക് നല്ലൊരു മെസ്സേജ് കൊടുക്കാൻ. ഞാനിപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഞാനിപ്പോൾ കുറച്ച് ഡയറക്ടോറിയൽ പ്രോജക്ട്സ് ഒക്കെ ചെയ്ത സമയത്തും യങ്സ്റ്റേഴ്സിനെ ഐ എം എ ബിഗ് ഫാൻ ഓഫ് ദീസ് യങ് ടാലൻസ്. അപ്പം ഞാൻ ഏത് ഒരു നല്ല പാട്ട് കേട്ടാലും നല്ലൊരു ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലായിക്കോട്ടെ എവിടെയാണെങ്കിലും എനിക്കൊരു നല്ല ക്വാളിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നതാണ്. എനിക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. അത് ഐ എം വെരി വോക്കൽ ഇൻ അപ്രീഷിയേറ്റിംഗ്. ഭയങ്കര സൂപ്പറായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു എന്ന് എനിക്ക് പറയാൻ ഇഷ്ടമാണ്. ഇഷ്ടമായില്ലെങ്കിൽ ഞാൻ ഫേക്ക് ചെയ്യാറില്ല, പക്ഷെ ഞാൻ അങ്ങനെ നെഗറ്റീവ് പറയാറില്ല. ഞാൻ പക്ഷെ പോസിറ്റീവ് എനിക്ക് നല്ലോണം പറയാൻ ഇഷ്ടം എന്നുള്ള ആളാണ്. അപ്പം യങ്സ്റ്റേഴ്സിൻ്റെ അടുത്ത് പറയാനുള്ളൊരു കാര്യം, പ്ലീസ് ഗിവ്, ഇഫ് യു ആർ എ സിംഗർ, ഞാൻ ആസ് എ സിംഗർ, യങ്സ്റ്റേഴ്സ് ഉദ്ദേശിച്ചത് സിംഗേഴ്സിൻ്റെ കാര്യമല്ലേ. അപ്പം നിങ്ങളൊരു പാട്ടുകാരനോ പാട്ടുകാരിയോ ആണെങ്കിൽ പാട്ടിനെ ഒരിക്കലും വിടാതിരിക്കുക. എനിക്കത് എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും when I was badly in need of some help, music was something that stood with me എന്ന് വിശ്വസിച്ച ഒരാളാണ്. അപ്പം ഇപ്പോൾ ഞാൻ ഏറ്റവും ഹാപ്പിനെസ് കണ്ടെത്തുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഫോർ മീ ഹാപ്പിനെസ് ഇസ് ഈക്വൽ ടു മ്യൂസിക്. അങ്ങനെ പറയാം. ഞാൻ പാട്ട് പാടുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ റിയാലിറ്റി ഷോയിൽ ഒരു പാട്ട് പോലും ഞാൻ പാടുമ്പോൾ ടെൻഷൻ അടിക്കാതെ പാടിയിട്ടില്ല. പക്ഷെ ഇപ്പം ഞാൻ പാടുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആസ് ഇൻ ഞാനത് എൻജോയ് ചെയ്ത് ഇപ്പോൾ സ്റ്റുഡിയോയിൽ പാടുകയാണെങ്കിൽ എനിക്ക് എൻ്റെ പാട്ട് കേൾക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു നല്ല സ്പേസാണ്. അപ്പം ഇത് എത്ര നാളുണ്ടാവും എന്നറിയില്ല. അപ്പോൾ ടു ഓൾ സിംഗേഴ്സ് ഔട്ട് ദെയർ, ദി ഓൺലി അഡ്വൈസ് ഓർ ഓൺലി ഇൻപുട്ട് ഫ്രം മൈ എൻഡ് ഇസ് ദറ്റ് കീപ് സിംഗിങ്. പാട്ട് പാടിക്കൊണ്ടേയിരിക്കുക. അതിനകത്ത് ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ചുമ്മാ തോന്നിയതുപോലെ പാടുക എന്നുള്ളതല്ല. അതിന് കുറച്ചും കൂടെ ഒരു ഇമ്പോർട്ടൻസും അല്ലെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് ആ പാട്ടിനോട് ഞാൻ എങ്ങനെ ജസ്റ്റിസ് ചെയ്യണം എന്നുള്ള ഒരു എഫേർട്ട്. പ്ലീസ് പുട്ട് സം എഫേർട്ട് ഇൻ ലേണിംഗ് സോങ്സ് ആൻഡ് പ്രസൻറ്റിങ് ഇറ്റ് ടു ദ ബെസ്റ്റ് ഓഫ് യുവർ കേപ്പബിലിറ്റീസ്. ദാറ്റ് വിൽ ഗിവ് യു എ ലോട്ട് ഓഫ് ഹാപ്പിനെസ്. എക്സ്റ്റേണൽ വാലിഡേഷൻ മാത്രമല്ലാതെ ഇൻറ്റേർണലി ഓൾസോ യു ക്യാൻ വാലിഡേറ്റ്. അത് നിങ്ങളൊന്ന് പ്രാക്ടീസ് ചെയ്യണം എന്ന് ഞാൻ പറയും. നിങ്ങൾ എന്ത് പാട്ടാണെങ്കിലും, ഇപ്പോൾ വെസ്റ്റേണിനോ ഈസ്റ്റേണിനോ ഹിന്ദുസ്ഥാനിയോ കർണാട്ടിക്കോ പാട്ട് പാടുക. എത്ര നാൾ പാടാൻ പറ്റുമോ അത്ര നാളും പാടുക. പറഞ്ഞ പോലെ എത്രമാത്രം എഫേർട്ട് എടുക്കണോ അത്രയും നല്ല റിവാർഡ്സ്. അത് ഇപ്പോൾ എക്സ്റ്റേണൽ എന്ന് നമുക്കറിയില്ല. വാട്ട് എവർ ഇറ്റ് ഇസ്, കീപ് സിംഗിങ് ആൻഡ് സ്റ്റേ happy. And it was a pleasure talking to you, and thank you very much for this opportunity. നല്ലൊരു എന്താ പറയാ 1 hour പോയത് അറിഞ്ഞില്ല. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ ഏകദേശം സമയമായി. ഇപ്പോൾ ഞാൻ ഓർത്തയ്യോ ഇനിയും കുറേ ക്വസ്റ്റ്യൻസ് ബാക്കിയുണ്ട്. പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ ഒരു മ്യൂസിക് ഡയറക്ടറായിട്ടും ഇനി ഒരുപാട് സോങ്സും അല്ലെ പ്ലേ ബാക്കിംഗ് ഒക്കെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ഒന്നുകൂടെ വിശാലമായിട്ട് ഇരിക്കാം. ഇത് വൈൻഡ് അപ്പ് ചെയ്യാനൊക്കെ മുന്നേ എനിക്ക് ഒരു പാട്ടും കൂടെ നല്ലൊരു എന്താ പറയാ ഫിലിം സോങ് തന്നെ ആവാം, ക്ലാസിക്കിലൊക്കെ ഒന്ന് വിട്ട് നമുക്ക് നല്ല. അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഇന്ന് സംസാരിച്ചത് കൂടുതലും എന്തിനെ പറ്റിയിട്ടാണെന്ന് ചോദിച്ചാൽ നമ്മൾ നമ്മുടെ ഓർമ്മകളാണ് അയവർത്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഓർമ്മകളെ പറ്റിയിട്ട്, ഓർമ്മകൾ എന്ന പാട്ട്, അതിന് വേറൊരു ഇമ്പോർട്ടൻസും ഉള്ളത് എന്താണെന്ന് വെച്ചാൽ വളരെ അണ്ടർ റേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ ലെസ് സെലിബ്രേറ്റഡ് ആയിട്ടുള്ളൊരു
ജെം ഓഫ് എ മ്യൂസീഷ്യൻ നമ്മളെ ഇപ്പോൾ വിട്ടു പിരിഞ്ഞ ശ്രീ SP വെങ്കടേഷ്. അപ്പോൾ SP വെങ്കടേഷ് സാറിൻ്റെ പാട്ടുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കോമ്പറ്റീഷനൊന്നും പാടിയിട്ടല്ല, അതിൻ്റെ ഒരു പോസിറ്റിവിറ്റി. അപ്പോൾ ആസ് എ ഡെഡിക്കേഷൻ ടു ഹിം ആൻഡ് ടു യു ആൻഡ് ഓൾ ഓഫ് ദെം ഹൂ ഹാസ് സീൻ ദിസ് പ്രോഗ്രാം. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂതി സമയമാം യമുനയോ പിറകിലേക്കൊഴുകിയോ മധുരമണിനാദം മാടി വിളിക്കുന്നു. ഓർമ്മകൾ ഓർമ്മകൾ ഓടക്കുഴലൂത്തി. താങ്ക് യു സോ മച്ച്. ഈ ഒരു സിറ്റുവേഷന് വളരെ ആപ്റ്റ് ആയിട്ടുള്ളൊരു പാട്ട് തന്നെ സെലക്ട് ചെയ്തു. താങ്ക് യു. അപ്പോൾ എന്താ പറയുക, ഓൾ ദി വെരി ബെസ്റ്റ് വിഷസ് ഫോർ ഓൾ യുവർ അപ്കമിങ് പ്രോജക്റ്റ്. മേ ദ മ്യൂസിക് കണ്ടിന്യൂ. താങ്ക് യു താങ്ക് യു ഫോർ കമ്മിങ്. താങ്ക് യു ഫോർ യുവർ ടൈം. താങ്ക് യു വെരി മച്ച്.